ഹലോ, എല്ലാവർക്കും ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മത്തിക്കറിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അതിനായിട്ട് ആദ്യം ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് ചൂടാകുമ്പോഴേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 2-3 വറ്റൽമുളക് നടുകെ മുറിച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു 5-6 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫ്ലെയിം വളരെ ചെറിയ തീയിലിട്ടാലും ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഉലുവയുടെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് പൊടികളെല്ലാം ആവശ്യത്തിന് എടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ചേർത്ത് കൊടുത്താലും കരിഞ്ഞു പോവില്ല. ഇതിലേക്ക് ആവശ്യമുള്ള കുടംപുള്ളി ഞാൻ നേരത്തെ കഴുകി ഒരു ബൗളിൽ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാനിത് പേസ്റ്റ് രൂപത്തിലാക്കി ഫ്ലെയിം ഓൺ ചെയ്തത്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും കുടംപുളിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഓരോരോ മത്തിയായിട്ട് ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഉടഞ്ഞു പോകാതെ വേണം ഇളക്കി കൊടുക്കാൻ. ഗ്രേവിയൊക്കെ കുറുകി വരുമ്പോഴേക്കും നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് നിൽക്കും. അപ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി തയ്യാറായിട്ടുണ്ട്.